നമസ്കാരം. എൻ്റെ പേര് രഞ്ജിത് കുമാർ. റിപ്പബ്ലിക് പരേഡ് എല്ലാം കഴിഞ്ഞു കാണും. എനിക്കിപ്പോൾ പറയാനുള്ളത് നമ്മുടെ നിഷ്പക്ഷ മാധ്യമപ്രവർത്തകൻ, സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള ഷാജൻ ചക്രയെ പറ്റിയാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ മലയാളികളിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും നല്ല വിധത്തിലുള്ള സപ്പോർട്ടുണ്ട്. നിഷ്പക്ഷമതിയാണെന്നാണ് വെപ്പ്. ഏകദേശം അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കോൺഗ്രസ് ചായ്വ് പുറത്തു വരും. കോൺഗ്രസ് ചായ്വ് മാത്രമല്ല, അച്ചായ എന്നുള്ള ആ ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ അച്ചായ എന്നുള്ള ഒരു ഇത് അദ്ദേഹത്തിൻ്റെ പുറത്ത് ചാടും. അയാൾ പൊക്കിക്കൊണ്ടുവന്ന കുറേ ആൾക്കാരൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. ഒന്ന് നമ്മുടെ ഗണേഷ് കുമാർ, പിന്നെ ഒന്ന് ഗോവിന്ദൻ മാഷ്. ഇവരെയൊക്കെ പറ്റി കൂടുതൽ നല്ല പുകഴ്ത്തിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടിയാണ്. പിന്നെ ആൾക്കാരുണ്ട്, അവരൊക്കെ ഇപ്പം ഫീൽഡിലില്ല, കാണാതെ പോയി. അതിൽ ഗോവിന്ദൻ മാഷൊക്കെ നമുക്കറിയാം, ഗോവിന്ദൻ മാഷ് എത്രത്താളം പതിച്ചു എന്നുള്ളത്. ഇപ്പം ഗണേഷ് കുമാറിനെ വീണ്ടും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു 2-3 എപ്പിസോഡായിട്ടാണ് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിരിക്കുന്നത് പാർട്ടി. അതിൽ ഗണേഷ് കുമാർ സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞപ്പോൾ ആശാൻ്റെ സന്തോഷം ഒന്ന് കാണണം. ആർത്തുള്ള ചിരിയായിരുന്നു. അപ്പം ആശാൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇത് പുറത്തു വന്നു. ഈ നിഷ്പക്ഷവാദി എന്നെല്ലാം പറയുന്നത് വെറുതെ. ഉള്ളിലുള്ള അയാളുടെ അച്ചായൻ കോൺഗ്രസ് പക്ഷം അയാളുടെ മുഖത്ത് തന്നെ പുറത്തു വന്നു. എന്തൊരു ചിരിയായിരുന്നു. സന്തോഷം സഹിക്കാൻ കഴിയില്ല. സുരേഷ് ഗോപി ആർക്കും ചായ വാങ്ങിച്ചു കൊടുക്കില്ല, കിട്ടിയ അങ്ങോട്ട് വാങ്ങിച്ചു കുടിക്കുന്നെന്ന് പറയുന്നപ്പം എന്തൊരു സന്തോഷമാണ് മുഖത്ത്. സന്തോഷം സഹിക്കാൻ കഴിയാതെ പൊട്ടിച്ചിരിക്കുകയായിരുന്നു, ആർത്താർത്ത് ചിരിക്കുകയായിരുന്നു സന്തോഷം. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തു വന്നു. ഈ വേഷം മറ്റുള്ളവരെയൊക്കെ കുറ്റം പറഞ്ഞ് നടക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈ വേഷം ഇടയ്ക്കൊക്കെ മറ നീക്കി പുറത്തു വരും. അയാളാണ് നിഷ്പക്ഷമതി എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇത് പുറത്ത് വരാറുണ്ട്. അയാൾ ഈ ഹിന്ദുപക്ഷം പറയുന്നതും ക്രിസ്ത്യൻ പക്ഷം പറയുന്നതെല്ലാം പറഞ്ഞ് കോടികളുണ്ടാക്കി നല്ല നിലയിലെത്തി, ഇന്നും നല്ല നിലയിൽ പോകുന്നു. ഒരുപാട് അയാളുടെ സ്വന്തം ചാനൽ തന്നെ 2-3 എണ്ണം ന്യൂസ് ചാനലും മറ്റേതെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ചാനലൊക്കെ ഉണ്ട്. ഞാനും സ്ഥിരമായിട്ട് കാണുന്ന ആൾ തന്നെയാണ്, കേൾക്കാൻ രസം തന്നെയാണ്. പക്ഷേ ഈ ഉള്ളിലിരിപ്പിതാണ്. വീണ്ടും കേരളത്തിൽ കോൺഗ്രസ് വരണം, ഇന്ത്യയിലും കോൺഗ്രസ് വരണം, ആ ഒരു ഭരണം എന്നുള്ള ആഗ്രഹത്തോടെ നടക്കുന്നതാണ്. അതിനയാൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ LDFനെ തകർക്കുക. LDFനെ തകർക്കാൻ ഏറ്റവും നല്ല ഭാഗം ഹിന്ദുക്കളെ കൂട്ടുപിടിക്കുകയാണ്. അങ്ങനെ നല്ല വ്യൂവർഷിപ്പ് ഉണ്ടാക്കി, കൂട്ടത്തിൽ നല്ല സാമ്പത്തിക ലാഭം ഉണ്ടാക്കി, അങ്ങനെ വലിയ കച്ചവടത്തിൽ തട്ടിപ്പ് വെട്ടിപ്പ് നടത്തിയ കുറേ ആൾക്കാരെ മുഖം മൂടിയൊക്കെ പുറത്ത് കാണിച്ചു എന്നുള്ളത് സത്യം തന്നെ, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പല അഴിമതി കേസുകളും മറ്റേതും ഒക്കെ പുറത്തു കൊണ്ടുവരാനും ധൈര്യം ചെയ്തത് സ്വന്തമായിട്ട്, അതെ, ആരെ സപ്പോർട്ടും ഇല്ലാതെ ചെയ്തെന്നുള്ളതൊക്കെ സത്യം തന്നെ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ വിഷം എപ്പോഴും ചിലപ്പോഴൊക്കെ പുറത്ത് ചാടുന്നുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. സുരേഷ് ഗോപി എന്ത് കാണിച്ചിട്ട് അയാളോട് ഇത്രയും വെറുപ്പ് കാണിക്കേണ്ട ആവശ്യം? അയാൾക്ക് എല്ലാം സ്വന്തം പൈസ എടുത്ത് നാട്ടുകാർക്കൊക്കെ സഹായിക്കുന്നതാണ്. എന്താണ് ഉള്ളിലിരിപ്പ്? അതോ അയാളൊരു BJPയുടെ MP ആയതുകൊണ്ടാണ് ഷാജൻ്റെ ഉള്ളിലുള്ള ഈ ദേഷ്യമൊക്കെ പുറത്തു വരാൻ കാരണം? ഇനി ഇലക്ഷൻ അടുക്കും തോറും ഷാജൻ്റെ മുഖത്തെ ഇതൊക്കെ മാറും. ഷാജൻ കൂടുതൽ ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.